എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റെഡ് കാർപ്പറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വനിതകളുടെ സ്വന്തം ഷോ ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ആൻഡ് റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ റംസാനും ഷാലിൻ സോയും ഇവിടെയുണ്ട്. രണ്ടുപേരും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, സോ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ആൻഡ് എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ റംസാന്റെ? ഭാവി പരിപാടികൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തമിഴ് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ പോളിഷ് ചെയ്തിട്ടേ എന്തായാലും എനിക്ക് ആ സ്റ്റെപ്പിലൂടെ കിടക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പോളിഷിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ ഓരോ പോളിഷ് കഴിഞ്ഞ് മിനുങ്ങുമെന്ന് വിശ്വസിക്കുന്നു. റംസാൻ നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ളത് വളരെ നന്നായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഓൾ ദ വെരി താങ്ക് യു സോ മച്ച്. ആൻഡ് ഷാലിന്റെ എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? ഇപ്പൊ തമിഴ് സിനിമ നമ്മൾ നേരത്തെ സംസാരിച്ചു വരാനിരിക്കുന്നു. എഴുത്ത് പരിപാടികൾ, ഡയറക്ഷൻ ആണ്. കുറച്ചും കൂടുതൽ സിനിമേനെ സീരിയസ് ആയിട്ട് കാണണം. എന്തെങ്കിലും ഒരു ടാഗ് ലൈൻ ഉണ്ടാക്കാൻ നോക്കണം, ശ്രമിക്കണം. സിനിമ തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാൻ പോവാണ്. ആദ്യം റംസാൻ. ഓക്കെ, റംസാൻ, യുവർ ഐഡിയൽ ലൈഫ് പാർട്ട്ണർ, ആ ആൾക്ക് വേണ്ട 3 ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? മൂന്നുമില്ല, എല്ലാം കൂടെ ഒറ്റ ക്വാളിറ്റി ഉള്ളൂ. മനസ്സിലാക്കിയാൽ മതി. അണ്ടർസ്റ്റാൻഡിങ്. ഓ, നിങ്ങൾക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്തൊരു കാര്യം എന്താണത്? കാരണം മൊബൈൽ ഇല്ലാതെ ഞാൻ കുറെ കാലം ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്താണ്. പക്ഷെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ആലോചിക്കാത്ത ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ആ ദിവസം തന്നെ ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും. എല്ലാവരും അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇനി ദിസ് ഓർ ദാറ്റ് എന്നുള്ള രീതിയിലാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ് ആണോ അതേ ക്വാണ്ടിറ്റി ഓഫ് ലൈഫിനാണോ വാല്യൂ കൊടുക്കുന്നത്? ക്വാളിറ്റി ഓഫ് ലൈഫ്. അതെനിക്ക് അറിയാം, നീ അതേ പറയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു, പിന്നെ വെറുതെ. ഇനി സർട്ടിഫിക്കറ്റ്സ് ഓർ എക്സ്പീരിയൻസ്. 3 kids with no money or no kids with 3 crore. എനിക്ക് രണ്ടും അത്ര താല്പര്യമുള്ള കാര്യമായിട്ട് തോന്നിയില്ലല്ലോ. വിത്തൗട്ട് എനിവൺ വിത്ത് എന്താ പറയാ, കുട്ടികൾ വേണം. അയ്യോ, അത് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. 23 വയസ്സുകാരായോട് ഞാൻ കല്യാണത്തെ പറ്റി ആലോചിച്ചിട്ടില്ല. തിരിച്ചറിയാൻ പ്രായമായത്ത ആളോട് അതൊക്കെ അറിയാം, എന്നാലും കുട്ടികൾ വേണോ ചോദിക്കുന്നത് തെറ്റാണല്ലേ? തെറ്റൊന്നുമല്ല, അത് ഓരോരുത്തരുടെ ലൈഫ് പാറ്റേൺ പോലെ ഇരിക്കും. എന്റെ ലൈഫ് പാറ്റേണിൽ ആ ക്വസ്റ്റ്യൻ ഇപ്പോ നെസസറി അല്ല. ഇനി ഫ്രീ വൈഫൈ ആണോ അതെയോ ഫ്രീ ഫുഡ് ആണോ ചൂസ് ചെയ്യാ? ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഫ്രീ ഫുഡ്. ഇനി ഒറ്റ വാക്കിൽ നിങ്ങളെ കുറിച്ച് വിവരിക്കുക. സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. ഉള്ളിൽ ഫയർ ഉള്ള ഒരു, അതെ, ഒരിക്കൽ സക്സസ് ആവുന്നുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. സൂപ്പർ. ഇനി മണിച്ചിത്ര താഴെ ചിത്രത്തിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയെന്ന് വിചാരിക്കും. അതിൽ ഏത് ക്യാരക്ടർ ആയിരിക്കും ചൂസ് ചെയ്യുക? ഇഷ്ടം അതിലുള്ള ഏത് ക്യാരക്ടേഴ്സ് വേണമെങ്കിലും റംസാന് ചൂസ് ചെയ്യാം. വിനീതന്റെ ക്യാരക്ടർ ചിലപ്പോ എനിക്ക് ചെയ്ത ഇഷ്ടം. പിന്നെ കിണ്ടി നല്ല ക്യാരക്ടർ അല്ലേ? കാരണം ലാലേട്ടന്റെ ക്യാരക്ടർ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അയ്യോ, അത് നമ്മള് 2.5 മണിക്കൂർ സ്ക്രീനിൽ ആൾക്കാർ കണ്ടിരിക്കണമെങ്കിൽ അത്രയും വലിയ ആളായിരിക്കണം. ശോഭന മാമിന്റെ കൂടെ ഡാൻസ് പെർഫോമൻസ് ചെയ്ത് തമിഴ് ഹിന്ദിയിലാണ്. രാമനാഥൻ. ഇനി യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റി ഡാൻസർ ഹൃതിക് റോഷൻ. ഞാൻ പറയാൻ വരുമായിരുന്നു, ഒരു പെൺകുട്ടിയെ കണ്ടാൽ ആദ്യം എന്താണ് നോട്ടീസ് ചെയ്യുക? അതായത് സ്വഭാവം, മനസ്സതൊന്നും പറയല്ലേ? ഇല്ല, സ്മൈൽ. ഓക്കെ. ഒബാമ ഏത് രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ? അല്ലടാ, അല്ല, ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആണ്. എന്റെ ദൈവം, വള്ളി ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി മേലാൽ ഇമ്മാതിരി ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു ഇതിന് എന്റെ ഈ ക്വസ്റ്റ്യൻ പാളിപ്പോരുതേ എന്ന് ഞാൻ പെട്ടെന്ന് ഈ ആൻസർ ക്വിക്ക് ആൻസർ അതങ്ങനെ വരുള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത് എഴുതിയത്. അപ്പൊ അങ്ങനെ എന്റെ വലയിൽ വീണ ഒരു പാവം കുഞ്ഞായിട്ട് റംസാൻ ഇവിടെ ഇരിക്കുകയാണ്. ഈ കുട്ടിയാണ് ഇനി അടുത്ത ഈ കിളി എന്താണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ GK ഷാലിന്റെ ആദ്യത്തെ റംസാന് വേണ്ടി ഒരു മാട്രിമോണിയൽ ആഡ് ചെയ്യണം. എന്തൊക്കെയായിരിക്കും അതിനകത്ത്? ഗുഡ് ലുക്കിംഗ് ഗൈ, ഗുഡ് ഫാമിലി and what good looking guy. അത് സത്യം പറഞ്ഞാൽ അതൊക്കെ എഴുതി കഴിഞ്ഞപ്പോ ആരും വരൂല. അത് നിന്റെ ഡിഗ്രി ആ സാധനങ്ങളൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ എഴുതും. പിന്നെ സ്നേഹിക്കാനുള്ളൊരു ഏത് മൂഡ് ഓഫും മാറ്റി തരുന്ന അദ്ദേഹത്തിന്റെ കയ്യിലൊരു കഴിവുണ്ട്. ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ ഏതാണ്? ചോക്ലേറ്റ്. എന്തുകൊണ്ട്? ഐ ഡോണ്ട് നോ, എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഫോണിന്റെ പാസ്വേഡ് എന്താണ്? ഞാൻ പറയില്ല. ഞാൻ ഓപ്പൺ ആക്കി നോക്കില്ല. ഇല്ല, എനിക്ക് പറയണ്ട. ശരി, ഇനി സാധാരണമായി പറയുന്ന ഒരു കള്ളം. ട്രാഫിക് റോഡ് ബ്ലോക്ക് ആയി, അതുകൊണ്ട് ഞാൻ ലേറ്റ് ആയി എന്നുള്ള എപ്പോഴും സ്ഥിരം പറയുന്നതാണ്. ഇനി മറ്റുള്ളവർ ആദ്യം നിങ്ങളിൽ നോട്ടീസ് ചെയ്യുന്നത് എന്തായിരിക്കും എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് എനിക്ക് തോന്നുന്നു കണ്ണ് പറയാറുണ്ട് എല്ലാവരും കാണുമ്പോൾ. ഓക്കെ, ഇനി യെസ് ഓർ നോ ആണ്. ലൈഫിൽ എപ്പോഴെങ്കിലും ഇഷ്ടപ്പെട്ട വ്യക്തിയെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല.
പബ്ലിക് എക്സാമിൽ ഫെയിൽ ആയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ബസ് ടിക്കറ്റ് ഇല്ലാതെ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അത്രയും ധൈര്യമുള്ള ഒരാളല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ നമ്മുടെ നാടുമായിട്ട് ഇടപെട്ടിട്ടുള്ള ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കാറുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. ഇനി താങ്കൾ ഒരു സ്റ്റുപ്പിഡ് ആണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. ആക്ടിംഗ് അല്ലെങ്കിൽ ഏത് പ്രൊഫഷൻ ആയിരിക്കും താഴെ പറയുന്ന ആർട്ടിസ്റ്റുകൾ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് സ്യൂട്ട് ആവണമെന്നാട്ടോ പറയേണ്ടത്? ഞാൻ കുറച്ച് ലിസ്റ്റ് തരും, അവർക്ക് നമ്മൾ വേറൊരു പറയണം. ആദ്യത്തെ ആള് മഞ്ജു വാര്യർ, ബിസിനസ് വുമൺ. പാർവതി തിരോത്ത്, പൊളിറ്റീഷ്യൻ, അഡ്വക്കേറ്റ് ഓഫ് സംതിങ് റൈറ്റ്സ്, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും. അന്നബെൻ, അന്ന. എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്ന ഒരു കുട്ടിയായിരിക്കും. എല്ലാ സിനിമയിലും അങ്ങനെയാണ്. എവിടെയെങ്കിലും ട്രാപ്പായി കിടക്കുന്ന ഒരു കുട്ടിയായിരിക്കും. പുള്ളിക്കാരി നമുക്കൊരു ഹെൽപ്പ് ലൈൻ അതോറിറ്റിയുടെ ഹെഡ് ആയിട്ട് വെക്കാം. അല്ലാതെ ഒരു ജോലിയാണെങ്കിൽ ഐ തിങ്ക് ഷീസ് ഗുഡ്. എനിക്ക് അതിന് പെർട്ടിക്കുലർ കാര്യമായിട്ട് കിട്ടുന്നത് ഷീസ് ഗുഡ് അറ്റ് ഫാഷൻ ഡിസൈനർ. കീർത്തി സുരേഷ്. കീർത്തി സുരേഷ് ഏതെങ്കിലും ഒരു ജോലി, അവരുടെ രൂപം, എനിക്ക് അവരുടെ സിനിമാ നടി അല്ലാണ്ട് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അയ്യോ, എന്താ അല്ലേ, ആക്ട്രസ് തന്നെ കീർത്തി സുരേഷ്. നല്ലൊരു കോംപ്ലിമെന്റ് അല്ലേ? ഇനി ഗാന്ധിജിയുടെ ആരായിരുന്നു ഇന്ദിരാഗാന്ധി? ഗാന്ധി എന്നുള്ള പേരിൽ ഗാന്ധി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല. വെരി ഗുഡ്. അവർ തമ്മിൽ ഒരു ബന്ധമില്ല. അങ്ങനെ നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം. ഇനി എന്തായാലും നമുക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സമ്മാനം ഞാൻ തരുന്നുണ്ട്. നല്ല ആചാരങ്ങളൊക്കെ കൊണ്ടുവരും. അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ചേർന്ന് ഒരു നല്ലൊരു സമ്മാനം ഞാൻ തരാൻ ചേർന്നിട്ടാണ്. അല്ല, രണ്ടുപേർക്കും ഓരോ സമ്മാനം ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പെർഫോമറെ വിളിക്കാനുള്ള സമയമായിരിക്കാണ്. ഒരു മാപ്പിളപ്പാട്ട് കലാകാരിയാണ് ഇന്ന് നമുക്ക് വേണ്ടി വരാൻ പോകുന്നത്. മാപ്പിളപ്പാട്ടും ക്ലാസിക്കൽ സോങ്ങും സിനിമ, അങ്ങനെ പാട്ടിന്റെ കാര്യത്തിൽ ഒരു മിടുമിടുക്കിയായിട്ടുള്ള ഒരാളാണ്. എന്തായാലും വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ഐഫൂന നുജൂം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പൊ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ പറയൂ, ഈ മാപ്പിളപ്പാട്ടും അതിന്റെ കൂടെ ക്ലാസിക്കൽ സോങ്, പിന്നെ സാൻസ്ക്രിറ്റ് സോങ്സ് അല്ലേ, അതൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് പോകുന്നത്? കുഞ്ഞിലെ തൊട്ട് കലോത്സവത്തിനൊക്കെ സ്ഥിരമായിട്ട് പോകുമായിരുന്നു. അങ്ങനെയാണ് എല്ലാം ഇങ്ങനെ പാടുമായിരുന്നു. പിന്നെ സാൻസ്ക്രിറ്റ് 5 തൊട്ട് 10 വരെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചു. അത് ശരി. അപ്പോഴേ എല്ലാ സാൻസ്ക്രിറ്റ് ഐറ്റംസ് എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ റാങ്ക് ഹോൾഡർ ആണ് അല്ലേ? റാങ്ക് ഹോൾഡർ ആണ്. ഡിഗ്രിക്കും PGക്കും ഫസ്റ്റ് റാങ്ക്. സൂപ്പർ. അതും സാൻസ്ക്രിറ്റ് ആയിരുന്നോ? സാൻസ്ക്രിറ്റ് ആയിരുന്നു. അപ്പൊ ഈ സാൻസ്ക്രിറ്റിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നാൻ എന്തെങ്കിലും കാരണമുണ്ടോ? കാരണം പൊതുവേ നമ്മൾ അധികം ആളുകൾ ചൂസ് ചെയ്യാത്ത ഒരു ലാംഗ്വേജ് ആണ് സാൻസ്ക്രിറ്റ്. അപ്പൊ അതിനോട് എന്തെങ്കിലും ഇഷ്ടം തോന്നാൻ എന്താ കാരണം? 5 തൊട്ട് ഞാൻ പറഞ്ഞില്ലേ 10 വരെ സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് പഠിപ്പിച്ച സാറ് പറയുന്നത് മെയിൻ എടുത്ത് പഠിക്കണം, നന്നായിട്ട് പഠിക്കാൻ ഇഷ്ടമുള്ള താല്പര്യമുള്ള ഒരാളാണ്, നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്ന് പറയുമായിരുന്നു. അപ്പോൾ +1 +2 സയൻസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഡിഗ്രിക്ക് സാൻസ്ക്രിറ്റ് തന്നെ മെയിൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പഠിക്കാൻ. ഈ സാൻസ്ക്രിറ്റിൽ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഐഫൂൻ അല്ലേ? അതായത് സിനിമകളിൽ പാടിയിട്ടുണ്ട്. സംസ്കൃതത്തിലെ ആദ്യത്തെ ചിൽഡ്രൻസ് ഫിലിം മധുരസ്മിതം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, അതിൽ പാടിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു സാൻസ്ക്രിറ്റ് സോങ് ഒന്ന് കേട്ടാലോ? മൃദു പല്ലവ ജാലേഷു പക്ഷോത്ഘാടിത ചിത്രപദംഗ പരിലസന്തി മാനസ സരസേ മാനസ സരസേ. എന്താണ് ഇതിന്റെ മീനിങ്? എന്തിനെ കുറിച്ചുള്ള സോങ് ആണ്? ഒരാള് മരിച്ചു കിടക്കുമ്പോ പാടുകയാണ്, ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ, ചിറകൊടിഞ്ഞ ചിത്രപതംഗത്തിനെ പോലെ ആയല്ലോ എന്ന് പറയുന്നു. കണ്ടോ, മലയാളമാണ് പാട്, സാൻസ്ക്രിറ്റ് എളുപ്പമാണ്. ശരി, ഇനി വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്തൊക്കെയാണ് വിശേഷം? മാരീഡ് ആണല്ലേ? ഓ, കണ്ടാ പറയില്ല, ഞാനൊരു ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ചത്. 3 മാസമായതുള്ളൂ. ശരി, അപ്പൊ പറയൂ, പുതിയ ജീവിതം എങ്ങനെയൊക്കെ ഉണ്ട്? സന്തോഷമായിട്ട് പോകുന്നു. ആൻഡ് എന്തൊക്കെയാണ് ഇനി ഭാവിയിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്? പഠനമായിട്ട് മുന്നോട്ട് പോകാനാണോ, അതോ പാട്ടിൽ എന്തെങ്കിലും
ഡോക്ടറേറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ? രണ്ടും ഒരേപോലെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ഒരു സംസ്കൃതം അധ്യാപികയാവണം എന്നാണ് ആഗ്രഹം. സംസ്കൃത അധ്യാപിക ആവണം. അതുപോലെ ഒരു സിംഗർ ആവണം എന്നാണ് ആഗ്രഹമുണ്ട്. ശരി, വീട്ടിലെ സപ്പോർട്ടിനെ കുറിച്ച് പറയൂ. വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. എൻ്റെ വീട്ടിൽ ഉമ്മ ബാപ്പ ഉണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സപ്പോർട്ടീവാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേര്? മുഹമ്മദ് ഷെരീഫ്. മുഹമ്മദ് ഷെരീഫ്. അപ്പൊ ഇനി ബാക്കി ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? ആ, നമസ്കാരം. പേര്? നുജൂമുദ്ദീൻ. എന്തോ? നുജൂമുദ്ദീൻ. നുജൂമുദ്ദീൻ. നിജുമുദ്ദീൻ അല്ലേ? അതാണ് നുജും. ഓ, നുജുമുദ്ദീന്റെ ഷോർട്ട് ഫോം ആണ് നുജും. ഓക്കെ ഓക്കെ. ശരി ചേട്ടാ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. കുഞ്ഞിലെ എങ്ങനെയായിരുന്നു മോള്? പാട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര അച്ചടക്കമുള്ള കുസൃതിയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ചെറുപ്പത്തില്? അതെ അതെ. കുസൃതിയൊന്നുമില്ല. ഈ സംസ്കൃതം പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ചേട്ടൻ എങ്ങനെയാണ് അതിന് റെസ്പോണ്ട് ചെയ്തത്? അതിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയും. ഫുൾ സപ്പോർട്ടായിരുന്നു. അങ്ങനെ വലിയ നിങ്ങൾക്ക് എതിരഭിപ്രായം ഒന്നും ഉണ്ടായിരുന്നില്ല? ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള. അങ്ങനെ. ശരി, അപ്പൊ അതിനൊരു വലിയ കയ്യടി ഇരിക്കട്ടെ. ഇനി ഇത് ഹസ്ബൻഡ് ഉമ്മയാണ്. നമസ്കാരം ഉമ്മ. ഉമ്മയുടെ പേര് പറഞ്ഞോളൂ. പേര് മാലിത. മാലിത. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെട്ടതിൽ സന്തോഷം. നമുക്കിനി തുടങ്ങാം അല്ലേ? ഇന്ന് എന്താണ് പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? മാപ്പിളപ്പാട്ടാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ ആ മാപ്പിളപ്പാട്ട് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. പേര് മുനീർ എന്നാണ്. 3 മാസം ഗൾഫിൽ പോയോ? മുനീർ. ഓക്കെ, അപ്പൊ മുനീർ ചേട്ടനും ഞങ്ങളുടെ എല്ലാവരുടെ വക വലിയൊരു ഹായ്. ഈ പാട്ട് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. യെസ്. നിസ്കാരപ്പായ നനഞ്ഞ് കുതിർന്നല്ലോ നീ വരാതെ കുമ്പിട്ടിൻ കണ്ണ് നനഞ്ഞല്ലോ.
അടിപൊളിയായിട്ട് നമുക്ക് വേണ്ടി നല്ലൊരു പാട്ടിലൂടെ ഒരു സമ്മാനം തന്നിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? പിന്നെ ഈ റമളാൻ മാസത്തിന്റെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലുള്ള സ്വീറ്റ് സോങ് കേൾക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങള് നിങ്ങളെ ഫാമിലിയെ പരിചയപ്പെട്ടതിലും ഐഫോനെ പരിചയപ്പെട്ടതിലും നല്ല പാട്ട് കേട്ടതിലും മൊത്തത്തിൽ ഇന്നത്തെ എപ്പിസോഡ് എൻജോയ് ചെയ്തു. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് സ്റ്റേജുകൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കട്ടെ. ആൻഡ് ഐഫോനയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ അല്ലേ? അതെ. അപ്പോൾ നിങ്ങളും താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കൂടെ ഈ ഒരു യാത്രയിൽ വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ രണ്ടുപേരും കട്ടയ്ക്ക് നിന്നു. നിങ്ങൾക്കും ഒരു വലിയ നന്ദി. നമുക്കിനി ഐഫോനൊക്കെ ഒരു സമ്മാനം കൊടുക്കാം. ഓക്കെ. ഇത്രയും നാളും തന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സോ കീപ് വാച്ചിങ് us till then. Take care and bye bye. This is Red Carpet. നീലനിറവാനിൽ നൂറായി റൂഹിലലിയുന്ന രാജാ മുത്ത് ത്വാഹ ത്യാഗമലരായ മോല മണ്ണിലെ മദീന മോഹം പുണ്യമുറങ്ങുന്ന ഗേഹം കണ്ണിനഴകാ ഏറെ ഇഷ്കിന്നു തൂകാ മന്ദഹാസം ഇന്ദുലാസ്യം ചന്ദമവരാണ് എൻ്റെ ശ്വാസം തന്ന വചനം ചൊല്ലിവദനം പുണ്യമുഖമോ തിരയും ഹൃദയം നീലനിറവാനിൽ നൂറാ റൂഹിലലിയുന്ന രാജാ മുത്ത് ത്വാഹ ത്യാഗമലരായ മോല നിലാവിൻ്റെ നീലിമയിൽ ബിലാലിൻ്റെ ബാങ്കുലിയിൽ കാതും കൽബും കുളിർന്ന പുണ്യമുള്ള മണ്ണിൽ ഇലാഹേ നിൻ കാരുണ്യം കടാക്ഷിച്ചാലാ പുണ്യം അന്ന് പുലരുന്ന മോഹപുണ്യമണ്ണിലുണ്ടല്ലോ അങ്ങകലെ മണ്ണിലെ സ്വർഗം എൻ്റെ തിരുസയ്യിദിൻ ഗേഹം എന്നും അവിടേക്കാ സ്നേഹം ഒന്നു നിറവേറ്റണേ അല്ലാ മൗനമന്ത്രം സ്നേഹതന്ത്രം സയ്യിദിൽ എന്നും ചേർത്തല്ലാ يا نبي سلام يا رسول سلام يا حبيب سلام